പ്രൈസ് ലോഡ്, പ്രൈസ് ഗോഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. നമ്മൾ യേശു കർത്താവിനെ അനുസരിക്കുകയും അവൻ്റെ അടുക്കിലേക്ക് ചാരുകയും ചെയ്യുവാണെങ്കിൽ നമുക്ക് അവനിൽ വസിക്കുവാൻ കഴിയും. നമ്മൾ അവനിൽ വസിക്കുമ്പോൾ നമുക്ക് ഓരോ ദിവസവും അവൻ്റെ കൽപ്പനകൾ ഈസിയായി അനുസരിക്കുവാനായിട്ട് സാധിക്കും. ഈ ഐഡിയ ഉണ്ടല്ലോ, എബൈഡിങ് ആൻഡ് ഒബേയിങ്, അതായത് വസിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന കാര്യം, അതിന് നമുക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് ദൈവവുമായി നാം സമയം ചെലവഴിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നാം അതിനായിട്ട് ഒരുങ്ങിക്കഴിയുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാകും നാം എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാണ്. കാരണം എല്ലാ വിഷയങ്ങളിലും ദൈവം തൻ്റെ പ്രൊവിഷൻസ് തന്ന് നമ്മെ അനുഗ്രഹിക്കുന്നത് നമുക്ക് അനുഭവിച്ചറിയുവാൻ നമ്മുടെ ജീവിതത്തിൽ സാധിക്കും. ദൈവമക്കളെ, ഇന്നൽപ്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28, 29, 30 വാക്യങ്ങൾ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ ദുഃഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവും ആകുന്നു. പ്രൈസ് ഗോഡ്. തൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തത്താൽ ദൈവം He graciously made a way for us to have the opportunity to approach Him. അവൻ്റെ അടുക്കലേക്ക് വരുവാൻ അവനൊരു പുതുവഴി ഉണ്ടാക്കി. ദൈവത്തിൻ്റെ അടുക്കലേക്ക് മനുഷ്യനെ ചെല്ലുവാൻ യേശു കർത്താവിലൂടെ നമുക്കൊരു പുതിയ വഴി. നാം അതുകൊണ്ട് വളരെ താഴ്മയോടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ പ്രിവിലേജസ് എല്ലാം അനുഭവിച്ച് ആ കൃപാസനത്തോട് അടുത്ത് ചെല്ലുവാൻ മനസ്സ് കാണിക്കണം. ഒരു ബുക്കുണ്ടല്ലോ, പിൽഗ്രിംസ് പ്രോഗ്രസ്. അതിനകത്തെ മെയിൻ ക്യാരക്ടറാണ് ക്രിസ്ത്യൻ. ഈ ക്രിസ്ത്യന് സ്വർഗത്തിലേക്ക് ഉള്ള ഒരു എൻട്രൻസ് അന്വേഷിച്ച് നടക്കുക. പക്ഷേ താൻ നീണ്ട ഭയങ്കര അപകടം നിറഞ്ഞ പാത്തിൽ കൂടെയൊക്കെയാണ് പോകുന്നത്. അവൻ്റെ പുറത്ത് ഒരു വലിയ ബേർഡൻ ഇരിപ്പുണ്ട്, വലിയൊരു ഭാരം അവൻ ചുമക്കുന്നുണ്ട്. അതിൻ്റെ പേരാണ് ബേർഡൻ. Isn't it this so relatable? ദൈവമക്കളെ, നാം ക്യാരി ചെയ്യുന്ന ബേർഡൻ എന്താണെന്നറിയാമോ? നമ്മുടെ പാപമാണ്. അത് ഭയങ്കര ഘനമുള്ളതാണ്. നമ്മുടെ ഓരോ ദിവസത്തെ ജീവിതവും നമ്മുടെ ഓരോ സാഹചര്യങ്ങളെയും കോംപ്ലിക്കേറ്റഡും ഡിഫിക്കൽട്ടുമാക്കി ഈ ഭാരം തീർക്കും, ഈ ബേർഡൻ തീർക്കും, ഈ പാപം തീർക്കും. പക്ഷെ നാം അത് തിരഞ്ഞെടുത്തെങ്കിൽ മാത്രമേ നമുക്കത് ചൂസ് ചെയ്യേണ്ടി വരത്തുള്ളൂ. എല്ലാ ദിവസവും ദൈവം നമുക്കൊരവസരം തന്നിട്ടുണ്ട് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വന്ന് അവനോട് ക്ഷമ ചോദിക്കാൻ. പാപങ്ങൾ അവൻ്റെ രക്തത്താൽ അവൻ കളയും. നമ്മളത് കൺഫസ് ചെയ്യണം. കൺഫസ് ചെയ്താൽ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. അവൻ നമുക്ക് ക്ഷമിക്കുകയും ചെയ്യും. പ്രൈസ് ഗോഡ്. കൺഫസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു നാണക്കേടുള്ള കാര്യമല്ല കേട്ടോ. അത് നമ്മളെ സകലത്തിൽ നിന്നും സ്വാതന്ത്ര്യം തരുന്ന, നമ്മെ ഒന്ന് റിലീസ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. നമ്മളൊന്ന് ഫ്രീ ആയി കഴിയുമ്പോൾ എല്ലാ പാപങ്ങളിൽ നിന്നും, എല്ലാ ഭാരങ്ങളിൽ നിന്നും, എല്ലാ ശാപങ്ങളിൽ നിന്നും ദൈവമക്കളെ നാം ഫ്രീ ആകുമ്പോൾ നമുക്ക് എത്ര ആശ്വാസമാണെന്നറിയാവോ? ആനി ഓഫ് ഗ്രീൻ ഗാബിൾസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഈച്ച് ഡേ ഈസ് ഫ്രഷ് വിത്ത് നോ മിസ്റ്റേക്സ്. ആണോ കുഞ്ഞെ? നിൻ്റെ ജീവിതത്തിൽ അങ്ങനെയാണോ? ഒരു തെറ്റുമില്ലാതെ ഫ്രഷായിട്ടാണോ ഓരോ ദിവസവും ഇരിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ അതൊരു റിയാലിറ്റി ആയിട്ട് മാറണം കേട്ടോ. ഓരോ ദിവസവും നമ്മുടെ കർത്താവിൽ നിന്ന് നാം ഫൊർഗീവ്നെസ് ഓഫ് സിൻ, പാപത്തിൻ്റെ പാപക്ഷമ മേടിച്ചോണം കേട്ടോ. പോൾ ട്രിപ്പ് എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഗുഡ് ഈസ് നോട്ട് ഗുഡ് ഇനഫ്. കംപ്ലീറ്റ് കൺഫോമിറ്റി ടു ക്രൈസ്റ്റ് ഇമേജ് ഈസ് ദ പ്ലാൻ ഓഫ് ഗ്രേസ്. അവൻ്റെ സാദൃശ്യത്തോട് നാം അനുരൂപം ആകണം. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രസൻസ് വന്നെങ്കിൽ മാത്രമേ നമുക്ക് കർത്താവിൻ്റെ ആ സാദൃശ്യത്തോട് അനുരൂപപ്പെടാൻ പറ്റത്തുള്ളൂ. ഓരോ ദിവസവും രാവിലെ ദൈവം നമുക്കൊരു ചാൻസ് തന്നിരിക്കുക. എന്തുവാ? ക്രിസ്തുവുമായിട്ട് ഒന്ന് അലൈൻ ചെയ്തു പോകാനുള്ള ഒരു പൊസിഷനിൽ നാം ആയിത്തീരുക എന്നുള്ളതിന്. അതുകൊണ്ട് ഓരോ ദിവസവും രാവിലെ വചനം എടുക്കണം. ആദ്യത്തെ ചില മിനിറ്റ്സ് നിൻ്റെ ജീവിതത്തിൽ
ദൈവത്തെ മീറ്റ് ചെയ്യുവാൻ നീ ഒരുങ്ങിക്കൊള്ളുക. ദൈവത്തോട് പറ, കർത്താവേ, നീ എന്നെ പോലെ ആക്കണമേ. നിൻ്റെ പ്ലാൻ അനുസരിച്ച് എൻ്റെ ജീവിതത്തിലെ ഓരോ സംഗതികളെയും നീ നടത്തണമേ. നമ്മുടെ ലക്ഷ്യം എന്താണെന്നറിയാമോ? ദൈവം നമ്മളിൽ വർദ്ധിക്കണം, ക്രിസ്തു നമ്മിൽ വർദ്ധിക്കണം, നാം നമ്മിൽ തന്നെ കുറഞ്ഞു വരണം. നമുക്ക് ഒരു ക്രൈസ്റ്റ് ലൈക്ക് ആറ്റിറ്റ്യൂഡിനോട് റെസ്പോണ്ട് ചെയ്യാനായിട്ട് പറ്റുമോ? നീ അവനിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ, അവൻ്റെ വചനത്തെക്കുറിച്ച് ഒരറിവുമില്ലെങ്കിൽ കുഞ്ഞെ, ഓട്ടോമാറ്റിക്കലി നീ അവനിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. പക്ഷേ ദൈവത്തിൻ്റെ ആ പ്രസൻസ് നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുമ്പോൾ മാത്രമേ നമുക്ക് അവൻ്റെ ഇമേജുമായിട്ട് നമുക്കൊന്ന് കൺഫേം ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് വീണ്ടും ഞാൻ നിങ്ങളോട് പറയട്ടെ, ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് നിൻ്റെ ജീവിതത്തിൻ്റെ ആദ്യത്തെ ചില മിനിറ്റുകൾ ദൈവത്തിന് കൊടുക്കുക. വലിയ വ്യത്യാസം അവൻ തരും. ദൈവം നമ്മെ വേറൊരു കാര്യത്തിനും വേണ്ടി നമ്മെ ക്ഷണിക്കുന്നില്ല. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന നാം അവനോടുകൂടെ ആയിരിക്കണമെന്ന. ദൈവത്തിൻ്റെ എല്ലാ സൃഷ്ടിയിലും താൻ ഏറ്റവും സ്നേഹിക്കുന്നത് തൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും ഉണ്ടാക്കിയ മനുഷ്യരെയാണ്. പ്രൈസ് ഗോഡ്. ദൈവത്തിന് കല്ലുകൾ, മലകൾ, കാറ്റുകൾ, ഇതിനെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ അതൊന്നും അല്ല ദൈവത്തിൻ്റെ ആഗ്രഹം. ദൈവത്തിന് തൻ്റെ മക്കളിൽ നിന്നുള്ള പേഴ്സണൽ ലവ്, വ്യക്തിപരമായ സ്നേഹം തനിക്ക് ലഭിക്കണം. ഇതാ യേശു കർത്താവ് ആഗ്രഹിക്കുന്നത്. നാം അവൻ്റെ അടുക്കൽ ചെല്ലണം, അവനോടുകൂടി ഇരിക്കണം, അവനെ ആരാധിക്കണം. ദൈവം നമ്മളെ അതിന് ക്ഷണിക്കുക. അതുകൊണ്ടാണ് പറയുന്നത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾക്ക് ഒരു റെസ്റ്റ് വേണ്ടേ? ആ റെസ്റ്റിന് വേണ്ടി നിങ്ങൾ എൻ്റെ അടുത്ത് വരുവീൻ. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്, മറിയ വലിയൊരു സ്വച്ഛയുടെ മാംസത്തൈലം യേശുവിൻ്റെ കാക്കൽ പൊട്ടിച്ചൊഴിച്ചു. ഈ മറിയ തൻ്റെ സഹോദരൻ ലാസർ മരിച്ചപ്പോൾ ഈ മറിയ എന്തു ചെയ്തു? ആ യേശുവിൻ്റെ പാദപീഠത്തിങ്കൽ വീണ് കരഞ്ഞു. അവനെ ജീവിപ്പിക്കേണ്ടതിന് വേണ്ടി കരഞ്ഞു. അവൻ മരിച്ചുപോയ ദുഃഖം മുഴുവൻ യേശുവിൻ്റെ കാക്കൽ പകർന്നു കൊടുത്തു. യേശുവിൻ്റെ കാക്കൽ അവൾ ഇരുന്നു, കാലെ കെട്ടിപ്പിടിച്ച് അവൾ കരഞ്ഞു. ഞാൻ പറയട്ടെ, ആ കാക്കലിരുന്നാണ് മറിയ പഠിച്ചിട്ടുള്ളത്. ആ കാക്കലിരുന്നാണ് മറിയ തിരുവചനം അഭ്യസിച്ചിട്ടുള്ളത്. പ്രൈസ് ഗോഡ്. അതാണ് ദൈവവും നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. സഹോദരനെ യേശു കർത്താവ് ജീവിപ്പിച്ചു കൊടുത്തോ? തീർച്ചയായും ജീവിപ്പിച്ചു കൊടുത്തു, അല്ലേ? ഫ്രം an outpouring of love should come a desire to be with God. Praise God. ഹല്ലേലൂയ. സങ്കീർത്തനം 42 പറയുന്നില്ലേ, നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഒരു കാംക്ഷയുണ്ടോ? ഒരാകാംക്ഷയുണ്ടോ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ പറയുക, നമ്മളും ദൈവത്തെ മീറ്റ് ചെയ്യണമെന്ന്. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു, ഒരു മാന്, പ്രൈസ് ഗോഡ്, തന്നെ ശത്രു വേട്ടയാടുമ്പോൾ തനിക്ക് ഓടി രക്ഷപ്പെടാനായിട്ടാണ് തമ്മ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത്. നമ്മൾ രക്ഷപ്പെടാനായിട്ട് എവിടേക്ക് ചെല്ലും ദൈവമക്കളെ? നമ്മൾ കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് ഓടിച്ചെല്ലും. കർത്താവ് നമ്മളെ തള്ളിക്കളയുമോ? ഒരിക്കലുമില്ല. രണ്ട് കരവും നീട്ടി അവൻ നമ്മളെ ചോർത്ത് പിടിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ ആർദ്രകരുണ വലിയതാണ്, വളരെ വലിയതാണ്. അതുകൊണ്ട് ദാഹിക്കുന്നവരൊക്കെ എൻ്റെ അടുക്കൽ വരുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവം അവരുടെ ദാഹം തീർത്തു തരാമെന്നാണ് പറയുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്, യേശുവിനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. ഹീ ഈസ് ദ ഓൺലി വേ ആൻഡ് ജീസസ് ഇൻവൈറ്റ്സ് us ടു ആക്സെപ്റ്റ് ഹിസ് ഓഫർ. നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ? പറ്റണം ദൈവമക്കളെ. അതുകൊണ്ട് എല്ലാ ദിവസവും ദൈവപാദപീഠ ഇരിക്കുക. ഗോഡ് ഈസ് നോട്ട് ലിമിറ്റഡ് ബൈ ടൈം. രാത്രി വേണമെങ്കിലും പകൽ വേണമെങ്കിലും നമുക്ക് അവൻ്റെ അടുക്കൽ ചെല്ലാം. ഇന്ന് ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ സമയം മാറ്റി വെക്കരുത്. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനും ദൈവത്തിൻ്റെ പ്രസൻസിനും എല്ലാം ദൈവം വളരെ റെസ്പോൺസിബിളായിട്ട് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു തരും. അതിനു വേണ്ടിയൊക്കെ കുഞ്ഞെ, നീ ദൈവത്തോടൊന്ന് അടുക്കുക, നീ അവനെ സ്നേഹിക്കുക. ദൈവത്തിൻ്റെ ഇൻവിറ്റേഷൻ ഒരിക്കലും തള്ളിക്കളയരുത്. ഞാൻ പ്രാർത്ഥിക്കുന്നതും അതാണ്. നിങ്ങൾ ദൈവത്തോട് ഒരു പടിയോടെ ഈ വർഷം അടുക്കണം, ഈ മാസം അടുക്കണം, ഈ ദിവസം തന്നെ അടുക്കണം. എത്ര നാൾ നമ്മുടെ മുമ്പിലുണ്ടെന്ന് അറിയത്തില്ല, അല്ലേ? അതിരാവിലെ തിരുസന്നിധി അണയുന്നൊരു സമയം
അല്ലേ? അങ്ങനെയാണ് പണ്ട് കാലത്തൊക്കെ നമ്മുടെ ഗ്രാൻഡ് പേരൻസൊക്കെ രാവിലെ എണ്ണീറ്റ് ഈ പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കുമായിരുന്നു, ആരാധിക്കുമായിരുന്നു. അതെല്ലാം ആ ഒരു തലമുറ കൊണ്ട് നിന്നുപോയി എന്ന് കരുതണ്ട. നമ്മളൊരു പുതിയ ജനറേഷൻ, നിങ്ങളൊക്കെ ദൈവത്തോട് ഒന്നുകൂടി അടുത്ത് ജീവിക്കുന്നൊരു വലിയ അവസ്ഥയിലേക്ക് വളർന്നു വരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എഫേസ്യർ 3-ാം അധ്യായം അതിൻ്റെ 17, 18, 19 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരുമായി വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും ചെയ്യണമെന്നും പ്രാർത്ഥിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ്റെ ഒരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന നമ്മുടെയും പ്രാർത്ഥനയായി മാറട്ടെ. കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്നോട് ഒന്നുകൂടി അടുക്കുവാൻ, ഹല്ലേലൂയ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ ഒന്നുകൂടെ അറിയുവാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ എവിടെയെല്ലാം ഒരു നിറവ് ആവശ്യമാണോ ആ നിറവൊന്ന് പ്രാപിപ്പാൻ എല്ലാം നീ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ക്രിസ്തു യേശുവിൽ തികവുള്ളവരായി ഒരു നിത്യത വരെയും ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ്.